റെഗുലറായിട്ട് നമ്മൾ ചെയ്യണ കാര്യം. സർവ നന്മകളുടെയും അനുഗ്രഹങ്ങളുടെയും ഉറവിടമായിരിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഈ അനുഗ്രഹീതമായ ശ്രവത്തിൻ്റെ ഈ 10 മണി ആകുന്ന ഈ സമയം ഈ അനുഗ്രഹീതമായ ദേവാലയത്തിൻ്റെ മുറ്റത്ത് കർത്താവെ, മുമ്പ് അനേകർക്ക് ഈ ആലയത്തിൽ വന്നൊരു അത്താണിയായി ഭക്ഷിപ്പാനും കർത്താവെ അതുപോലെ തന്നെ അവിടുത്തെ നന്മകൾ അനുഭവിപ്പാനും ഇടയാക്കിയതായി ഈ ദേവാലയത്തിൻ്റെ മുറ്റത്ത് നിന്ന് കർത്താവെ, ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടങ്കോട് ആരംഭിച്ചതായ യൂത്ത് മെഗാ കൺവെൻഷൻ്റെ കൂട്ടായ്മയിൽ വന്നു ചേരുന്ന അവിടുത്തെ മക്കൾക്ക് സോരൻ ബൈജു, ലാലു, അതുപോലെ ഈ പ്രിയ സഹോദരങ്ങൾ, ഇവിടെ ആയിരിക്കുന്ന ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ പ്രിയ സഹോദരങ്ങൾ, സഹോദരിമാരെല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ കേൾപ്പിച്ചുകൊണ്ട് കർത്താവെ, ഇപ്പോൾ നാളെ ആ കൂട്ടായ്മയിൽ വന്നു ചേരുന്നവർക്ക് ഭക്ഷിപ്പാൻ ഭക്ഷണം ഒരുക്കുന്നതായ ഈ സമയം എൻ്റെ മക്കളിതാ പ്രാർത്ഥനയോടുകൂടി ഇത് ആരംഭിക്കുകയാണ്. ദൈവമേ, അങ്ങ് കർത്താവെ തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ അവിടുന്ന് വിശന്ന് വലഞ്ഞ് വന്നതായ അവിടുത്തെ മക്കൾക്ക് കർത്താവ് തൃപ്തികരമായി ഭക്ഷണം നൽകി. ആയതുപോലെ ഈ പ്രിയപ്പെട്ടവർ ഇന്ന് നാളെ അവർക്ക് കൊടുക്കുവാനായിട്ട് ഒരുക്കുവാൻ പോകുന്നതായ ഈ ഭക്ഷണം കർത്താവെ അവർ പാകം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഈ പ്രിയ സഹോദരങ്ങളോടുകൂടെ ഇരിക്കണമേ. അടിയൻ ഹൃദയം നിറഞ്ഞുകൊണ്ടാണ് കർത്താവെ പ്രാർത്ഥിക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു സഹകരണം അടിയൻ ഈ ഒരിക്കലും കണ്ടിട്ടില്ല. ഇതിൻ്റെ നന്മ ഈ പ്രിയ മക്കൾക്ക് അങ്ങ് കൊടുക്കണമേ. നാളെ കർത്താവെ സ്വർഗം സന്തോഷിക്കുന്ന ഒരു ദിനമാകട്ടെ. അനേകരുടെ ഖണ്ഡങ്ങളിൽ നിന്നും അവർ തിന്ന് തൃപ്തരായി ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടി ഇടയാക്കണം. ഇപ്പോൾ പ്രാർത്ഥനയോടുകൂടെ ഈ പ്രിയപ്പെട്ടവർ ആരംഭിക്കുന്നു. ഇത് ഏറ്റവും ഭംഗിയായി നിർവഹിപ്പാൻ നിൻ്റെ മക്കളെ എടുത്ത് ഉപയോഗിക്കണമേ. ആർക്കും ഒരു അപകടങ്ങളും ആപത്തുകളും മരുന്ന് കഴിപ്പാൻ ശരിയാകരുത്. ദൈവദൂതന്മാർ ഇവർക്കിത് തുടങ്ങി അത് പൂർത്തീകരിക്കുന്നതുവരെയും കാവലായിരിക്കണം. കർത്താവിൻ്റെ സ്നേഹമാർന്ന കരങ്ങളിൽ ബൈജുവിനെയും ലാലുവിനെയും അതിൻ്റെ ഈ പ്രിയ സഹോദരങ്ങളെല്ലാം അടിയിൽ ഏൽപ്പിക്കുക, ഈ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുക. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ച് അവിടുത്തെ മഹത്വം തിരുമേനിയെടുക്കും. ഇപ്പോൾ കർത്താവെ, പ്രാർത്ഥനയോടുകൂടെ ഈ അടുപ്പ് കത്തിക്കുവാൻ പോവുകയാണല്ലോ. അത് കർത്താവെ, ഇത് പൂർത്തീകരിക്കുന്നത് വരെയും അവിടുത്തെ കൃപ കൂടെയിരിക്കും. പ്രാർത്ഥന ഇപ്പോൾ ദൈവയുടെ കേട്ട വലിയ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളെ അനുഗ്രഹിച്ച് കോർത്ത് സ്തോത്രം. സകല മരികൾക്കായി ജീവനെ നൽകിയ അരുമരക്ഷകൻ്റെ വലിയ നാമത്തിൽ താഴ്ത്തി ഏൽപ്പിച്ചു പ്രാർത്ഥന കരുണയുടെ വാഴ്ത്തപ്പെട്ട ദൈവമായി. Yes.